ദേ ഇങ്ങോട്ടൊന്ന് നോക്കൂ. രാവിലെ തന്നെ എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? വേറെ എങ്ങോട്ടുമല്ല, സൗദി അറേബ്യയിൽ വന്നിട്ട് കാരക്കത്തോട്ടം കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ പെർമിഷനൊക്കെ ചോദിച്ച് ഒരു കാരക്കത്തോട്ടത്തിൽ കയറി. എൻ്റെ അമ്മോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി മച്ചു. ഓരോ ട്രീയിലെ ഡേറ്റ്സിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇവിടെ തേനൂറുന്നൊരു കാരക്കമരമുണ്ട്, അവിടേക്ക് പോവാൻ. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, അങ്ങോട്ടൊക്കെയുള്ള യാത്ര. എൻ്റെ അത്ര വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് കാണാൻ ഭയങ്കര കൊതിയായിട്ടോ. ഇത് കണ്ടോ മക്കളെ, എനിക്കിതൊക്കെ എടുത്ത് ഓടിപ്പോവാൻ തോന്നുന്നുണ്ടേ. മരുഭൂമി കണ്ട നമ്മൾക്ക് പെട്ടെന്ന് ഒരു പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ കേരളം നമ്മൾ ഓർത്തു പോകും കേട്ടോ. ഇതപ്പം മിനി കേരളമാണോ? അങ്ങനെ ഓരോ ഡേറ്റ്സിന്റെ ടേസ്റ്റ് നോക്കി എൻ്റെ യാത്ര തുടങ്ങി. ഇപ്പൊ വിളവെടുക്കുന്ന സീസണാണ്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ എന്തൊക്കെയാണ്. ഓരോ തടാകങ്ങൾ ഉണ്ടാക്കി പൈപ്പ് വഴി ഇവർ ആ വെള്ളം ഓരോ ഡേറ്റ്സ് ചെടീൻ്റെ അടുത്തും എത്തിക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാട്ടോ ഈ വെള്ളത്തിന്. പെട്ടെന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, പുല്ലോ ഇവിടോ, ഇതെന്തിനാണെന്നാണ് പിന്നെ എൻ്റെ ചർച്ച. അങ്ങനെയാണ് മക്കളെ വേറൊരാളെ ഞാൻ ഇവിടെ കണ്ടത്. എന്നത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് തേനൂറും കാരക്കൻ്റെ അടുത്ത് പോയാലോ? അപ്പം നമ്മളിങ്ങനെ തേനൂറും കാരക്കൻ്റെ അടുത്ത് പോകും. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു എത്രമാത്രം പഴുത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഭയങ്കര പൾപ്പാട്ടോ. ഇതിൻ്റെ ടേസ്റ്റോ ഒരു രക്ഷയില്ല മക്കളെ. എന്നാ പിന്നെ നമുക്കിത് എടുത്താലോ? അങ്ങനെ അവനെ ഞങ്ങൾ കാറിലാക്കി. എന്നാ ഞങ്ങൾ പോട്ടെ. ബാ.